ശ്യാം, മലയാള മണ്ണിന്റെ മഹായുദ്ധം ഇതാ തുടങ്ങാൻ തയ്യാറായി കഴിഞ്ഞില്ലേ? ഓരോ മണ്ഡലങ്ങളുടെയും ജാതകം അത് നമ്മൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും നമ്മൾ പറയും. കൃത്യമായി തന്നെ കണക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒപ്പം നമുക്ക് ഒരു കൺക്ലൂഷനിലും കൂടി എത്താം. കാരണം നമുക്ക് മുന്നിൽ ഇപ്പോൾ ടുഡേസ് ചാണക്യയുടെ കൃത്യമായ ഒരു അപഗ്രഥനവും പ്രവചനവും നമുക്ക് മുന്നിലുണ്ട്. ആ 3 മുതൽ 11 വരെയുള്ള സീറ്റുകൾ, താമര പൂക്കുന്ന താമര വിരിയുന്ന സീറ്റുകൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് വളരെ വേഗത്തിൽ അപഗ്രഥിക്കാം. നമുക്കൊപ്പം വിദഗ്ധർ കൂടി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് എങ്ങോട്ടാ പോട്ടെ? ആദ്യം എവിടെ? നിയമമല്ലാതെ മറ്റെന്ത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമം ഒരു പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൽപ്പിക്കപ്പെടുന്ന നിയമമണ്ഡലം തന്നെയാണ്. ഗുജറാത്ത് എന്ന് വിശേഷിപ്പിക്കാമോ? തീർച്ചയായും അങ്ങനെ പറയാം. തീർച്ചയായും 2021 നിയമത്തിന്റെ ഒരു പ്രൊഡിക്ഷൻ നമുക്കൊന്ന് വളരെ വേഗം നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2021 വി ശിവൻകുട്ടി, ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്, ആ മണ്ഡലം തിരിച്ചു പിടിച്ചത്. കയ്യിൽ നിന്ന് പോയ മണ്ഡലം തിരിച്ചു പിടിച്ചാണ്. 55,837 വോട്ടുകളാണ് വി ശിവൻകുട്ടി അന്ന് സ്വന്തമാക്കിയത്. BJP-യുടെ കുമ്മനം രാജശേഖരൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ, മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ, പ്രിയപ്പെട്ട കുമ്മനം രാജേട്ടൻ 51,888 വോട്ടുകൾ. യെസ്, അന്ന് കെ മുരളീധരനായിരുന്നു. അങ്ങ് വടകരയിൽ നിന്ന് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഓടി നേമത്തെത്തി മത്സരിച്ച കെ മുരളീധരൻ അന്ന് 36,524 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്ന് കെ മുരളീധരനാണ് BJP-യുടെ 2016 തുറന്ന നിയമത്ത് അക്കൗണ്ട് പൂട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ ജാടയൊക്കെ കാണിച്ചിരുന്നു. തൃശ്ശൂരിൽ അത് ഏകദേശം തീർന്നു 2024. യെസ്, ഭൂരിപക്ഷത്തിലാണ് 3949. ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 2021 നിയമത്തിന്റെ ഒരു പൊതുചിത്രം. ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമത്ത് സ്വന്തം തട്ടകമായി കരുതിയ ഒരാളാണ്. മാത്രമല്ല നിയമത്തിന്റെ ഗ്രാസ് റൂട്ട് എല്ലാം അറിയാം. മാത്രമല്ല ശിവൻകുട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രചരണം, ഒരു ഫോൺ വിളിച്ചാൽ അടുത്തുണ്ട്, ഞാനിതാ ഓടിയെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം. മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തവണ ശിവൻകുട്ടി തന്നെ ആദ്യം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊരു തോന്നൽ വന്നപ്പോൾ ശിവൻകുട്ടി തന്നെ പറഞ്ഞു, എന്നാ പിന്നെ മത്സരിച്ചേക്കാം. യെസ്, ഇനി നമുക്ക് ലോക്സഭാ ഇലക്ഷന്റെ ഒരു റിസൾട്ട് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വളരെ വേഗം എത്തിക്കേണ്ടതുണ്ട്. ഈ നിമിഷം നേമത്തെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ. 2024 ലോക്സഭാ ഇലക്ഷൻ, അന്ന് BJP-യുടെ ഇന്നത്തെ കാൻഡിഡേറ്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. ഒരു ഹ്യൂജ് മുന്നേറ്റം, അതായത് 3 വർഷങ്ങൾക്കിപ്പുറം 61,227 വോട്ടുകൾ, അതായത് 30,000-ന് മേലെയുള്ള 61,227. ഇതൊരു വലിയ സംഖ്യയാണ്. 2021 വെച്ച് നോക്കുമ്പോൾ 30,000-ത്തിലധികം വോട്ടുകൾ. യെസ്, അന്ന് ശശി തരൂർ പതറിപ്പോയത് നേമത്താണ്. നേമത്ത് പിടിച്ചു കിട്ടിയത്, ശശി തരൂരിനെ അന്ന് പിടിച്ചു കിട്ടിയത് 30,910 വോട്ടുകൾ മാത്രമാണ് അന്ന് ശശി തരൂർ ലഭിച്ചത്. 36,000 കെ മുരളീധരന് കിട്ടിയ 2021 ആ ഒരു പെർഫോമൻസ് പോലും ശശി തരൂരിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. LDF കാൻഡിഡേറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് 33,322. അങ്ങനെ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ബഹുദൂരം മുന്നിലുള്ള ഒരു സാഹചര്യം. ലീഡ് നിലനിൽക്കും അശ്വതി, 22,126 വോട്ടിന്റെ ഇത് തന്നെയാണ് നേമത്ത്. അശ്വതി നേരത്തെ പറഞ്ഞ ആ വാക്ക് കടമെടുത്താൽ നിയമം BJP-യെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും ഒരു ഗുജറാത്ത് രാജാവ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു കൺഫ്യൂഷന് പോലും സാധ്യതയില്ലാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു അന്ന് രാജീവ് ചന്ദ്രശേഖർ. BJP-യുടെ ഒരു തേരോട്ടം തന്നെയാണ് നിയമത്ത് നടന്നത്. ഇത്തവണ 3 കാൻഡിഡേറ്റ്സും വളരെ കൃത്യമായി തന്നെ പ്ലേസ് ചെയ്യപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ ആ നിയമം മത്സരിക്കുകയാണ് എന്ന് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷം ശിവൻകുട്ടി ആദ്യം ഒന്ന് പതറിപ്പോയെങ്കിലും പിന്നീട് മത്സരിക്കാമെന്ന് പറയുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വൈകി എത്തിയ സ്ഥാനാർത്ഥി ശബരിനാഥനാണ് കോൺഗ്രസ്. എനിക്ക് തോന്നുന്നു അവിടെ കോൺഗ്രസിന് കൃത്യമായ ഒരു മത്സരം ഉണ്ടായിരുന്നു. മത്സര ചിത്രത്തിലെ കോൺഗ്രസ് ഉണ്ടായിരുന്നു. തീർച്ചയായും അത് കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പക്ഷേ സംഘടനാ തലത്തിൽ നോക്കുകയാണെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സംഘടനാ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് നേമം. മറ്റ് ചില മണ്ഡലങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ, കാരണം 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കേഡർ വോട്ടുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. ലോക്സഭാ വോട്ടിങ്ങും നിയമസഭാ പാറ്റേൺ വ്യത്യസ്തമാണ്. തീർച്ചയായും പാറ്റേൺ വ്യത്യസ്തമാണ്. നമ്മുടെ ഈ ജാതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ ആ വോട്ടുകൾ കാര്യമായി ഒരു
പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നിയമത്തെ മാത്രം ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് വിനീഷിലേക്ക് തന്നെ പോകാം. പക്ഷെ ഒരു പോയിന്റ് കൃത്യമാണ്, നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കോൺഫിഡൻസ് BJP ക്ക് കിട്ടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP-യുടെ കൈക്കുമ്പിളിൽ കൊണ്ടുവന്നതിൽ നേമത്തെ 17 വാർഡുകൾ, അത് എടുത്തു പറയേണ്ടതാണ്, 17 വാർഡുകളിൽ വലിയൊരു മുന്നേറ്റം BJP സ്ഥാനാർത്ഥികൾക്ക് നടത്താൻ സാധിച്ചു. അത് കൃത്യമായി തന്നെ ശക്തി തരുന്നുണ്ട്. വിനീഷ് ക്ലിയറാണ്. വിനീഷ്, അശ്വതി ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. BJP-യെ സംബന്ധിച്ചിടത്തോളം നിയമം ഒരു വളരെ ഒരു ഈസി വോക്ക്, ആ രീതിയിലൊരു വിജയത്തിലേക്ക് കടക്കാൻ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ വിലയിരുത്തലുകളൊക്കെ ഉറപ്പിക്കുകയാണ്, നിയമം 100% ഉറപ്പ്. അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട. വിനീഷിന്റെ കോൺഫിഡൻസ് നോക്കൂ, കട്ടക്കുണ്ട്. വിനീഷ്, തീർച്ചയായിട്ടും നിയമം നമ്മുടെ കോൺഫിഡൻസിനെക്കാട്ടും കൂടുതൽ കോൺഫിഡൻസ് ഉള്ളത് BJP-ക്കാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, BJP-യുടെ അടിസ്ഥാനപരമായ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് നിയമം. നമുക്കറിയാം 2006 മുതൽ നിയമത്തെ BJP-യുടെ വളർച്ച, ആദ്യം നമുക്ക് 2006 കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം 6500 വോട്ടായിരുന്നു BJP-ക്ക് അവിടെ 2006 അത് 2011 ആവുമ്പോൾ ഏകദേശം 45,000-ലധികം വോട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ പടിപടിയായി ഉയർന്ന് 2024 എത്തുമ്പോൾ 61,000-ലധികം വോട്ടിലേക്ക് BJP എത്തുന്നു എന്നതാണ്. കഴിഞ്ഞ 2024-ലും 2021-ലെയും തിരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേമത്ത് BJP-യുടെ ഒരു അടിത്തറ പൂർണ്ണമായി കഴിഞ്ഞു. 65%-ലധികം വോട്ട് BJP-യുടെ കൈപ്പിടികളിൽ BJP സുരക്ഷിതമാക്കി കഴിഞ്ഞു. ആ കോൺഫിഡൻ്റ് ആണ് BJP നേതാക്കൾ ഇപ്പോൾ കാണിക്കുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇനി ഏത് തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയമാകട്ടെ, ഏത് തരത്തിലുള്ള ഒരു ഇടപാടുകളും, പ്രത്യേകിച്ച് CPM-നായി കോൺഗ്രസ് വോട്ട് മറിക്കുന്നു എന്ന ആക്ഷേപം BJP പല ഘട്ടങ്ങളിൽ ഉയർത്തിയിരുന്നു. അത് അത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്നു നിന്നാൽ പോലും BJP-ക്കാണ് ഇപ്പോഴും വിജയ സാധ്യത. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ പ്രകാരം, ശ്യാമ സൂചിപ്പിച്ച കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ സാധാരണക്കാരനായ ഒരാൾക്ക് മനസ്സിലാകും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, 65%-ലോളം വോട്ട് BJP-യുടെ കൈപ്പിടിയിലാണ് നേമത്ത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശോധിക്കുമ്പോൾ ഏകദേശം 2011 മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ 50%-ലധികം വോട്ട് BJP-യുടെ കയ്യിലെത്തുന്നു. അത് ഉയർന്ന് 65%-ലേക്ക് എത്തുന്നു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കുന്നത് നിയമം ഇത്തവണ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല അടിയൊഴുക്കുകൾ പല ഘട്ടങ്ങളിലും നിയമത്തെ നടന്നു എന്ന് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് BJP ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ വോട്ടുകൾ CPM-ന് മാറ്റി ചെയ്തു, അല്ലെങ്കിൽ CPM-ന് വേണ്ടി കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വലിയ തോതിൽ തന്നെ ഉയർന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കവിടെ ആ ഇലക്ഷൻ നടന്ന ദിവസം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നടന്ന ദിവസം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലാണ്. ചില ബൂത്തുകളിൽ കോൺഗ്രസിന് ഇന്നേജന്റ് പോലും ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പതനം തന്നെയായിരുന്നു നമുക്ക് ആ ഒരു കഴിഞ്ഞ ഇലക്ഷനിൽ നേമത്ത് കാണാൻ സാധിച്ചത്. സമാനമായി നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ശശി തരൂർ മത്സരിക്കുന്ന ഘട്ടത്തിൽ, ലോകസഭയിലേക്ക് ശശി തരൂർ മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ നേതാവാണ് ശശി തരൂർ. ഏകദേശം 35,000-ലധികം വോട്ടിലേക്ക് ഈ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഒരു ഘട്ടത്തിലും എത്താൻ സാധിച്ചിട്ടില്ല 2011 ശേഷം. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം തന്നെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നേമത്ത് നടക്കുന്നത്. ഈ നേമത്ത് ഏത് തരത്തിലുള്ള അട്ടിമറിക്ക് കോൺഗ്രസും CPM-ഉം ശ്രമിച്ചാൽ പോലും അത് BJP-യുടെ ഒരു കോൺഫിഡൻ്റ് ആയി മാറിയിരിക്കുന്നു. BJP വിലയിരുത്തുന്നത് ഇത്തവണ BJP-യുടെ താമര നേമത്ത് വിരിയും, രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്ന വിലയിരുത്തലും കോൺഫിഡൻസും തന്നെയാണ് BJP-ക്കുള്ളത്. ഏറ്റവും അവസാനം പ്രത്യേകിച്ച് ഓരോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴും BJP-ക്ക് അനുകൂലമായ ഒരു തരംഗം തലസ്ഥാനത്ത് നിലനിൽക്കുന്നു, തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായിരുന്നാലും നേമത്തിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്ക്രീനിൽ കാണിച്ചതുപോലെ വിജയം BJP-ക്ക് ഉറപ്പാണ് എന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ CPM പറയുന്നത് CPM ഇത്തവണ അട്ടിമറിക്കും. അവിടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശക്തനായ നേതാവ് എത്തിയാൽ പോലും അവിടെ അട്ടിമറിക്കാനുള്ള സംഘടനാ സംവിധാനം CPM-നുണ്ട് എന്ന വിലയിരുത്തൽ CPM നടത്തുന്നുണ്ട്. CPM ഏകദേശം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഇത്തരത്തിലാണ്.
2000 മുതൽ 5000-ത്തിനിടയിൽ വോട്ടുകൾക്ക് CPM വിജയിക്കും എന്നാണ് CPM-ന്റെ അണികൾക്കിടയിൽ നിന്ന് ശേഖരിച്ച വോട്ടുകളുടെ കണക്ക് പ്രകാരം CPM വിലയിരുത്തുന്നത്. പക്ഷേ ആ സമയത്തും CPM-നുള്ളിലെ നേതാക്കൾക്ക് അത് കോൺഫിഡൻ്റ് ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് അത്തരത്തിൽ വിജയിക്കുമോ എന്ന സംശയം നേതാക്കൾക്കിടയിൽ നേമത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം തന്നെ ശബരിനാഥ് ഉയർത്തുന്ന ഒരു നിലപാട് ഇത്തരത്തിലാണ്. ന്യൂനപക്ഷ വോട്ടുകൾ തനിക്കായി വോട്ട് ചെയ്തു, അതുകൊണ്ട് തൻ്റെ വിജയം ഉറപ്പാണ് എന്ന ഒരു രാഷ്ട്രീയ ഒരു നാടകം മാത്രം ശബരിനാഥിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന് രാഷ്ട്രീയ നാടകമെന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. തീർച്ചയായും എന്തായാലും അശ്വതി വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പൊ നമുക്ക് മുന്നിൽ ടുഡേസ് ചാണക്യയുടെ ഒരു കൃത്യമായ വിലയിരുത്തലുണ്ട്. 3 മുതൽ 11 സീറ്റ് വരെ. 11 എടുക്കാം നമുക്ക്. 11-ൽ ഒരു സീറ്റ് ഉറപ്പാണ് നിയമം എന്നാണ് കൃത്യമായി തന്നെ വിനീഷ് വ്യക്തമാക്കുന്നത്. ഒരു സീറ്റ് നിയമം ഉറപ്പിച്ച്